രാഷ്ട്രീയത്തിലേക്കില്ല എന്നും സ്വതന്ത്ര യുവജന പ്രസ്ഥാനം രൂപീകരിക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി പറയുകയാണ്. ഇന്ത്യയിലെ യുവാക്കൾ ശബ്ദമുയർത്താൻ കാത്തുനിൽക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതെ യുവാക്കൾ ഉയർത്തുന്ന വിഷയങ്ങൾ ക്രിയാത്മകമായി ഉന്നയിക്കുമെന്നും CJP വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി. ഹാഷ്മി, ബൽറാമിലേക്ക് പോകുന്നതിന് മുൻപ് ഈ മൂവ്മെന്റ് തന്നെ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെ എത്രമാത്രം അസംതൃപ്തിയും അമർഷവും ഒരു വിഭാഗത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അല്ലാതെ എല്ലാ നിലയിലും തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, ഈ വിലവർദ്ധനവടക്കം അത്രയും വിഷയങ്ങളിൽ അവർ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു, അസംതൃപ്തരായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊട്ടിപ്പുറപ്പെടലാണ്. ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന പാറ്റകളെ പോലെ ഒന്നൊരു പരാമർശം, ഒരൊറ്റ കുത്ത് എല്ലാവരുടെ പൊട്ടി ഇങ്ങനെ മുകളിലോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇപ്പോൾ. അസത്ത്, എനിക്ക് തോന്നുന്നത് ഇത് ഒരുപക്ഷെ ഭരണത്തിനെതിരെയോ ആന്റി ഇൻകംബൻസി മാത്രമാണോ അതോ മൊത്തത്തിൽ സംവിധാനങ്ങൾക്കെതിരെ തന്നെ രോഷം? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാൻഡ് ഡിബേറ്റിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ഐഡിയോളജി ഇപ്പോഴും അത് ഈ ഭരണ സംവിധാനത്തിനെതിരെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ആ പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്, അപ്പോൾ ഏതെങ്കിലും ഈ സംഘപരിവാർ മൂവ്മെന്റിനെതിരെയാണോ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ സംവിധാനങ്ങൾക്കെതിരെ തന്നെ, എന്റെ സിസ്റ്റത്തിനെതിരെ, എന്റെ സംവിധാനത്തിന്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെതിരെയാണ് അവർ പറയുന്നത് തോന്നുന്നു. അപ്പോൾ ബൽറാം നെടുങ്ങാടി, ബൽറാം, അപ്പോൾ അവർക്ക് നേരത്തെ ഇവർക്ക് രാഷ്ട്രീയ വ്യക്തത ഇല്ല, പാകിസ്ഥാൻ പിന്തുണയാണെന്നൊക്കെ ആരോപണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല വ്യക്തതയുണ്ട്. അവർ പോകുന്ന വഴി ഏതാണെന്നും ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നൊക്കെ നല്ല അസാധ്യമായ ക്ലാരിറ്റിയോടുകൂടി അവർ സംസാരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ബൽറാം, ഗുഡ് മോർണിംഗ്. പിന്നെ വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, അസിത. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പ്രസ്താവനയിലൂടെയാണ് തങ്ങളുടെ തുടർ നീക്കം, ഭാവി പരിപാടികൾ എന്ത് എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിക്കുന്നത്. ആത്യന്തികമായ അതിജീവകരാണ് പാറ്റകൾ. ഒട്ടേറെ അടിച്ചമർത്തലുകൾ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയും ജീവൻ നിലനിർത്താൻ കഴിയുന്ന ശേഷിയുള്ള ജീവികളാണ് പാറ്റകൾ. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ രാജ്യത്തുണ്ടാകുന്ന കടുത്ത അവഗണനകളിലും ജീവിതം കൈവിടാതെ യുവാക്കൾ ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നത് ുമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് അവർ ശബ്ദമുയർത്താനായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ സർക്കാരിന് ഈ ശബ്ദങ്ങളോട് അവജ്ഞയാണ് എന്നും പ്രസ്താവനയിൽ അറിയിക്കുന്നു. സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യയുടെ ഭരണഘടനയിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും മതേതരത്വം, ജനാധിപത്യം, സാമൂഹിക നീതി എന്നിവയിലാണ് വിശ്വാസം. വിദ്യാഭ്യാസം, തൊഴിൽ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, സുതാര്യത, അതായത് വ്യവസ്ഥിതിയുടെ സുതാര്യത എന്നീ വിഷയങ്ങൾ യുവാക്കൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് തങ്ങൾ ഇറങ്ങുന്നില്ല. എന്നാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതെ തന്നെ ഈ വിഷയങ്ങളെ സജീവമായി നിർത്തുന്ന ഒരു ക്രിയാത്മകമായി ഈ വിഷയങ്ങളെ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം ചേരൂ എന്നുള്ള ആഹ്വാനവും CJP ഈ പ്രസ്താവനയിൽ നൽകുന്നു. യുവാക്കളുടെ ശബ്ദം അത് ഭരണ നേതൃത്വത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുമെന്നും ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്നുമാണ് CJP വ്യക്തമാക്കുന്നത്. തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലടക്കം CJPക്കെതിരെ ഉയരുന്ന പ്രചരണങ്ങൾ അത് വിദേശ ഫണ്ടിങ്ങോടെ, വിദേശ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നീക്കമാണ് എന്നുള്ളതടക്കമുള്ള പ്രചരണങ്ങൾ നടക്കുന്നതിനിടെയാണ് ഭരണഘടനയിൽ വിശ്വാസമുണ്ട് എന്നും രാജ്യത്തെ യുവാക്കളുടെ ശബ്ദമുയർത്തുന്നതിനായി നിലകൊള്ളുമെന്നും മറ്റ് രാഷ്ട്രീയത്തിലേക്കില്ല എന്നുമുള്ള CJPയുടെ പ്രസ്താവന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.